കൊച്ചി സ്വദേശിയും പ്രശസ്ത ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയി എന്ന നിലയിലാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത്. സാമ്പത്തികമായി പിന്നോക്കം നിന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ചെറിയ ജോലികൾ ചെയ്തും കായികാഭ്യാസങ്ങൾ അഭ്യസിച്ചും സ്വന്തമായി ഒരു ഫിറ്റ്നസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തി കൂടിയാണ് ജിൻഡോ. മിസ്റ്റർ കേരള, മിസ്റ്റർ സൗത്ത് ഇന്ത്യ തുടങ്ങിയ കിരീടങ്ങൾ നേടിയിട്ടുള്ള ഇദ്ദേഹം ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരുടെ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടക്കത്തിൽ ഒരു സാധാരണ മത്സരാർത്ഥിയായി കണക്കാക്കപ്പെട്ടിരുന്ന ജിൻഡോ പിന്നീട് തന്റെ മികച്ച പ്രകടനത്തിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ടൈറ്റിൽ വിന്നറായി മാറി. ഷോയിൽ 50 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചത്. ബിഗ് ബോസ് യാത്രയ്ക്ക് ശേഷം സിനിമയിലും താരം അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയ്ക്കെതിരെ മോഷണത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയെ മോഷ്ടിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ജിൻഡോ ജിമ്മിൽ രാത്രി കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചി വെണ്ണലിലെ ജിൻഡോ ലീസിന് നൽകിയ ജിമ്മിലാണ് മോഷണം നടത്തിയത്. ഈ ജിം ഏറ്റെടുത്ത് നടത്തുന്നയാളാണ് പരാതിക്കാരൻ. ഇന്നലെ അർദ്ധരാത്രി 1 മണിക്ക് ശേഷം ജിമ്മിൽ ജിൻഡോ അതിക്രമിച്ചു കയറിയെന്നാണ് ആരോപണം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ചില വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചുവെന്നും ജിമ്മിലെ CCTV ക്യാമറകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരൻ പറയുന്നു. ജിൻഡോ ജിമ്മിൽ കയറുന്നത് CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് ജിം തുറന്നതെന്നും പരാതിയിൽ പറയുന്നു. മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അന്വേഷണത്തിൽ ജിൻഡോയ്ക്കും എക്സൈസ് നോട്ടീസ് അയച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായ തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. എന്നാൽ തസ്ലീമയെ അറിയാമെന്നും പിതാവ് മരിച്ചപ്പോൾ സഹായിച്ചിരുന്നെന്നും മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലെന്നുമാണ് ജിൻഡോ അന്ന് പറഞ്ഞിരുന്നത്.